റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരന്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവൻ നൽകും. കണ്ണൂർ സ്വദേശി അർജുന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ ചികിത്സയിലിരിക്കെയാണ് അർജുന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഹൃദയം നാളെ രാവിലെ എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് കൈമാറും. വൃക്കകൾ കണ്ണൂർ ആസ്റ്റർ മിംസിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലുള്ള രോഗികൾക്ക് നൽകും. സ്വാന്തന സാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാന്തന, സംസ്ഥാനത്ത് വീണ്ടും അവയവദാനത്തിന്റെ മഹാസന്ദേശം വരികയാണ്. അർജുൻ എന്ന ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽപ്പെടുകയും മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തു. 4 പേർക്കാണ് അർജുന്റെ അവയവങ്ങൾ പുതുജീവൻ നൽകാൻ പോകുന്നത്, അല്ലേ? ആര്യ, അത് തന്നെയാണ്. സംസ്ഥാനത്ത് വീണ്ടും ഒരു അവയവദാനം കൂടി നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കണ്ണൂർ സ്വദേശിയായ 23 വയസ്സുകാരൻ അർജുന്റെ അവയവങ്ങളാണ് ഇപ്പോൾ ദാനം ചെയ്യാൻ പോകുന്നത്. അർജുൻ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ 4 പേർക്ക് പുതുജീവൻ ലഭിക്കുമെന്നുള്ളതാണ് ആര്യ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൃദയം ഉൾപ്പെടെയുള്ള 4 അവയവങ്ങളാണ് ഇപ്പോൾ ദാനം ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 28-ാം തീയതിയായിരുന്നു ആര്യ ഈ അർജുൻ കണ്ണൂരിൽ വെച്ച് ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം കണ്ണൂര് തന്നെയുള്ള ആസ്റ്റർ മിംസിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇതിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. പിന്നാലെ തന്നെ കുടുംബം ഈ അവയവദാനത്തിന് തയ്യാറാകുകയായിരുന്നു. അങ്ങനെയാണ് 4 രോഗികൾക്ക് ഇത്തരത്തിൽ പുതുജീവൻ ലഭിക്കുവാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യ, നാളെ രാവിലെ തന്നെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. നിലവിലിപ്പോൾ കണ്ണൂരിലാണ് അർജുന്റെ ഈ അവയവമുള്ളത്. അത് നാളെ രാവിലെ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കും. ഏതാണ്ട് ഒരു 7-നും 7:30-ക്കും ഇടയ്ക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിൽ എത്തിക്കും. എയർ ആംബുലൻസ് മാർഗം കൊച്ചിയിൽ എത്തിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന 48 വയസ്സുള്ള മലപ്പുറം സ്വദേശിക്കാണ് ഈ ഹൃദയം കൈമാറുക എന്നും ഇപ്പോൾ കേസോട്ടോ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ എയർ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടാനുള്ള മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കേസോട്ടോ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരു വൃക്ക കണ്ണൂർ ആസ്റ്റർ മെഡിസിറ്റിയിലും മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും നൽകാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്ന് കൂടി ഇപ്പോൾ കേസോട്ടോ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, സ്വാന്തന സാജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.